യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ. യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. ഇന്നത്തെ സുവിശേഷം വായിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകില്ല. കാര്യം യേശു പറയുന്നതൊക്കെ കൃത്യമാണോ എന്ന് ചിലപ്പോൾ ഡൗട്ട് തോന്നുന്നു. അതിന് കാരണം യേശു പറയുന്നത് ഇങ്ങനെയാണ്: ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും വേദനയുടെയും സങ്കടത്തിൻ്റെയും എല്ലാ ഏരിയകളെയും യേശു ഫോക്കസ് ചെയ്യുകയാണ്. ഇവരെല്ലാവരും നോക്കി യേശു പറയുകയാണ്, നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. ഇതൊക്കെ എങ്ങനെ ഭാഗ്യമെന്ന് വിശേഷിപ്പിക്കാനാകും? ഈ സുവിശേഷം വായിക്കുന്ന ഒരാൾ വിശക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ വിശപ്പ് എന്തുമാത്രം വലുതായിരിക്കും. അതിനു മുമ്പിൽ ഈ വചനം എങ്ങനെ ആശ്വാസം നൽകും? ഒരാൾ ഏറ്റവും വേദനയിലൂടെയും കണ്ണീരിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ എങ്ങനെ അതിനൊക്കെ ലോജിക്ക് കിട്ടും? ഇതൊക്കെ എങ്ങനെ ഭാഗ്യമാകാനാണ്? ഇങ്ങനെ ഒട്ടും മനസ്സിലാകാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് യേശു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫസ്റ്റ് ഗോസ്പലിൻ്റെ പാസേജിൽ തന്നെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. എന്താണ് ഭാഗ്യം? സുവിശേഷം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കണ്ണുകളുയർത്തി അവരോട് പറഞ്ഞു. അതുതന്നെയാണ് ഭാഗ്യം. കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. യേശുവിന് ശിഷ്യന്മാരാകുന്നവർ എത്ര വിശപ്പുണ്ടെങ്കിലും, എത്ര കണ്ണീരുണ്ടെങ്കിലും, എത്ര വേദനയുണ്ടെങ്കിലും യേശുവിനെ കൺവെട്ടത്താണ്. അവൻ കണ്ണുകളുയർത്തി നോക്കുമ്പോൾ ഇവരെല്ലാവരും മുമ്പിലുണ്ട്. നമ്മൾ ഓർത്ത് നോക്കിയേ, നമ്മളൊക്കെ ഒത്തിരി സങ്കടത്തിലും വേദനയിലൊക്കെ നിൽക്കുമ്പോൾ ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് മുട്ടുകുത്തി കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്ന വേദനകളിലൊക്കെ കർത്താവ് കൂടെ ഉണ്ടാകും. ഇവിടെ ഒരു ആശ്വാസം ഉണ്ടെന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ ആ കർത്താവിന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തയ്യാറാകാതെ, പണ്ട് യാക്കോബ് പറഞ്ഞ പോലെ നീ എന്നെ അനുഗ്രഹിച്ചല്ല നിന്നെ ഞാൻ വിടില്ല എന്നൊക്കെ വാശി പിടിച്ചതുപോലെ വാശി പിടിക്കാൻ തയ്യാറാകുമെന്നെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അവൻ്റെ കൺവെട്ടത്ത് നമ്മളുണ്ടോ? അതാണ് ചോദ്യം. അങ്ങനെ എല്ലാ സഹനങ്ങൾക്കിടയിൽ അവൻ്റെ കൺവെട്ടത്ത് നമ്മളുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാര്യം നമ്മളുടെ മുമ്പിലുള്ളവൻ എല്ലാ പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷനാണ്. പിന്നെ എന്തിനാണ് നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടി ഓടിപ്പോകേണ്ടത്? ഇങ്ങനെ കൺവെട്ടത്ത് കൺമുമ്പിലുള്ള ക്രിസ്തുവിന് മുമ്പിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഭാഗ്യമാണ്. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങളൊക്കെ മാറും. അത് ഒത്തിരി തെളിവുകളിലൂടെ നമ്മൾ വചനഭാഗത്തെല്ലാം നമ്മൾ വായിച്ചാൽ മനസ്സിലാകും. വെറുതെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലാസറിൻ്റെയും ധനവാൻ്റെ ഉപമ നമുക്കറിയാമല്ലോ. ഇങ്ങനെ തീന്മേശയുടെ എച്ചിൽ കഷ്ണത്തിൽ എന്തെങ്കിലും വീണ് കഴിച്ചുകൊള്ളാന്നൊക്കെ പറഞ്ഞ ഒരു ദരിദ്രൻ, ഒരു വിശപ്പുള്ളവൻ, അവസാനം സ്വർഗത്തിൽ അബ്രഹാത്തിൻ്റെ മടിയിലിരുന്ന ഉപമ നമ്മൾ ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതായത് എത്ര വേദനയ്ക്കിടയിലും അവൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. ആ ദൈവത്തെ ചേർത്ത് പിടിച്ചവൻ പിന്നീട് കണ്ടത് മഹാ അത്ഭുതമാണ്. ദൈവത്തെ ചേർത്ത് പിടിക്കാത്തവൻ കണ്ടത് വലിയൊരു വേദനയാണ്. നമ്മൾ അനുഭവിക്കുന്ന വേദനയിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ കൺവെട്ടത്തുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഒത്തിരി വേദനയോടെ കടന്നു പോകുന്നത് പറയുന്നൊരു കാര്യമില്ല. ഈ കടന്നു പോകുന്ന വേദനയ്ക്കിടയിൽ അവൻ കണ്ണുകുളിർത്തി നോക്കുമ്പോൾ അവൻ്റെ കൺമുമ്പിൽ നമ്മളുണ്ടെങ്കിൽ, അവൻ്റെ ചെവികൾ കേൾക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. ഈ വേദനകളും സങ്കടങ്ങളൊക്കെ കടന്നു പോകും. അങ്ങനെയൊന്നും കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ക്രിസ്തു അകലെയല്ലല്ലോ. നമ്മളവൻ്റെ കൺവെട്ടത്തല്ലേ. ധൈര്യമായിട്ട് ദേവാലയത്തിൽ ഓടാം. ഇനിയും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവൻ കണ്ണുകൾ എടുത്തു നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ തിരിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവൻ്റെ കൂടെ മതി.
രാത്രിയിൽ വഴിയേതെന്നറിയില്ല. തിര ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. ഒന്നു ഞാൻ അറിയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ട് കാവല. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. പെരുവെള്ളവും തോറ്റുപോകുമേ, യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ. നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ. വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ. സ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും. മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോടു പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി, യേശു എൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി, യേശു എൻ്റെ കൂടെ മതി.